ഇതിൻ്റെ അകത്ത് 40% മുട്ടയെ ഉള്ളിഞ്ഞ് കൂടുതൽ ഈച്ചയും മുട്ടയും കയറേണ്ട പുതിയ കൂട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് 60% ഈച്ചയും റാണി സെല്ലും ഉണ്ട്. അതുകൊണ്ട് 2 കിലോമീറ്റർ മാറ്റണ്ട. 2 കിലോമീറ്റർ മാറ്റണം എന്ന് പറഞ്ഞാൽ റാണി സെല്ല് ഇല്ലാത്ത കൂടാണ്. ഈ കൂട് ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് രണ്ടിടത്തായിട്ട് ഉറപ്പിക്കാം. അപ്പം നമ്മൾ ഈ മെഴുക് ഈച്ചകൾക്ക് പണി കുറയാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ. അല്ല, ഈച്ച ഇത്രയും മെഴുക് കൊണ്ട് പിടിക്കുമ്പോൾ ദിവസങ്ങൾ പിടിക്കും. ശത്രുക്കളായിട്ട് ഉള്ള ഉറുമ്പുകൾ ഇതിൻ്റെ അകത്ത് കയറാൻ സാധ്യത കൂടുതൽ. ഈച്ചകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പഴയ കൂടാണ്. നമുക്ക് ഏകദേശം ഒരു കുപ്പിയെടുത്ത് തേൻ ഇതിൻ്റെ അകത്തുള്ളതാണ്. ഹായ്, ടിജോയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ അർക്ക ഗ്രാമപഞ്ചായത്തിലെ 12 മൈൽ എന്ന സ്ഥലത്താണ്. ഇവിടെ ഞങ്ങളൊരു തേനീച്ച കോളനി ഫിജിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളത് പോളിയേട്ടനാണ്. പോളിയേട്ടൻ വർഷങ്ങളായിട്ട് തേനീച്ച കൃഷിയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പോളിയേട്ടൻ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരികയും കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. പോളിയേട്ട, അപ്പൊ എന്താണ് തേനീച്ച കൃഷിക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിജിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാം. കോളനി ഉള്ളവരും പുതിയതായിട്ട് തുടങ്ങുന്നവർക്കും ഇതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് അറിയത്തില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവർ പുതിയ കോളനി വിഭജിച്ച് പുതിയ കോളനി എടുക്കുക, കൂടുതൽ കോളനി വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ആൾക്കാർക്ക് ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് പുതിയ കോളനി ചെയ്തെടുക്കുക എന്നുള്ള ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് പോരാട്ടം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒട്ടുമിക്ക നേരെ കിടക്കും വില്ലേജ് വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓരോ പാത്രത്തിലും കാണുന്ന ഓരോ ചെറുതീച്ച കോളനികളാണ്. ഈ കോളനികളാണ് നമ്മൾ വിഭജിച്ച് പുതിയ കോളനിയാക്കി മാറ്റുന്നത്. ഈ കൂട് ഡിവൈഡ് ചെയ്യാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് ഡിവൈഡ് ചെയ്ത് പുതിയൊരു കൂട് സെറ്റ് ചെയ്യുകയാണ്. അടപ്പിന് വേണ്ടി നമ്മൾ എളുപ്പത്തിന് ഈ സ്റ്റീലിന്റെ പാത്രമാണ് തുളച്ചിട്ട് അടപ്പ് വെക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന കൂട് നമ്മൾ പൊളിച്ച് എടുക്കുകയാണ്. അതിനകത്ത് ധാരാളം മുട്ടകളും അതുപോലെ പൂമ്പൊടിയും തേനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പൊളിച്ച് നോക്കാം. ഇത് കുറച്ച് പഴയ കൂടാണ്. നമുക്ക് ഏകദേശം ഒരു കുപ്പിയെടുത്ത് തേൻ ഇതിൻ്റെ അകത്തുള്ളതാണ്. 3/4 കിലോ എടുത്ത് തേൻ കിട്ടും. പോളട്ടൻ തേനീച്ചക്കൂട് തുറന്ന് അതിനകത്തു നിന്ന് മുട്ടയും അതുപോലെ തേനും പൂമ്പൊടിയും എല്ലാം മാറ്റി പുതിയ കൂടിലേക്ക് സ്ഥാപിക്കുന്ന തിരക്കിലാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ തേനീച്ചയുടെ മുട്ട. ഇത് ഉടനെ വിരിയാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് മാറ്റുന്ന ഓരോ പ്രക്രിയകൾ കാണാം. രക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തി മാത്രമേ നിങ്ങൾ തേനീച്ചയുമായിട്ട് ഇടപെടാവൂ, അല്ലെങ്കിൽ തേനീച്ചയുടെ കടിയേൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തേനീച്ചകൾ വിഭജിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ട അടി ചേർന്നിരിക്കാതിരിക്കാൻ വേണ്ടി കാല് ഇതിനുണ്ട്. അതിന് പകരമാണ് നമ്മൾ ഈ മെഴുക് വെച്ച് കൊടുക്കുന്നത്. വിരിയാൻ പോകുന്ന മുട്ടയാണ്. ഏറ്റവും പുതിയ മുട്ടയാണ്. ഇതിൻ്റെ അകത്ത് ഈ കാണുന്നതാണ് കാല്. ഇത് ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുന്ന കാലാണ്. താഴെ മുകളിൽ തൊടാതെ ഈച്ച ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറി ഇറങ്ങി നടന്ന് ഇതിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള ഈ മുട്ട വിരിഞ്ഞ് വരുമ്പോൾ തോട് പൊട്ടിച്ച് വിടാനുള്ള കാലാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറിയാണ് ഈച്ചകൾ പോകുന്നത്. ഇത് അടപോലെ ഇങ്ങനെ ചേർന്നിരുന്നാൽ ഇതിൻ്റെ അകത്ത് ഈച്ചയ്ക്ക് സുലഭമായിട്ട് കയറി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ മുട്ടയെടുത്ത് കൂട്ടിലേക്ക് മാറ്റുകയാണ്. ഇപ്പം വിരിഞ്ഞ് പുതിയ ഈച്ചകൾ ഇറങ്ങാൻ പോകുന്ന. കൈകൊണ്ട് ഒത്തിരി പ്രസ് ചെയ്ത് പിടിക്കാതെ നമ്മൾ ഈ സാധനം എടുത്ത് വെക്കുന്നു. അത് പറഞ്ഞാൽ കൈകൊണ്ട് പിടിച്ച ഈ സാധനം അട പോലെ ആയിപ്പോവും. ഈച്ചയ്ക്ക് പ്രയോജനം ഇല്ലാതെ പോകും. ഈച്ചകളെല്ലാം നഷ്ടപ്പെട്ടു പോകും. പഴയ തേനീച്ചക്കൂടിൽ നിന്ന് 60% മുട്ടയാണ് നമ്മൾ പുതിയ തേനീച്ചക്കൂടിലേക്ക് മാറ്റുന്നത്. അതനുസരിച്ച് പൂമ്പൊടിയും മറ്റു കാര്യങ്ങളെല്ലാം പുതിയ കൂടിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. മുട്ടകൾക്കും അതുപോലെ തേനീച്ചകൾക്കും യാതൊരുവിധ ഡാമേജും ഉണ്ടാകാത്ത രീതിയിൽ വേണം, നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം തേനീച്ചക്കൂട് വിഭജിക്കാൻ. കുറച്ച് പൂമ്പൊടിയും തേനും കൂടെയാണ് ഇതിന് വെച്ച് കൊടുക്കുന്നത്. അതിന് പ്രശ്നമായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ അടിയിൽ പൂമ്പൊടിയാണുള്ളത്. ഇപ്പൊ ഉടനെ വിരിയുന്ന റാണി സെല്ലാണ് ഇത് കാണുന്നത്. ഉടനെ വിരിയാറായതാണ്. അതുകൊണ്ട് ഈ കൂട് നല്ല ശക്തിയായിട്ട് പുതിയൊരു കോളനിയായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് കൂടാതെ കിട്ടുന്നതാണ്. ഈ മെഴുകിൻ്റെ അകത്തെ കംപ്ലീറ്റ് തേനും നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റണം. കഴുകി വാഷ് ചെയ്തെടുത്ത് വേണം കൂടറിയാം. അല്ലെ ഉറുമ്പ് കയറാൻ സാധ്യത കൂടുതലാണ്. ശത്രുക്കൾ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന ഉറുമ്പാണ് തേനീച്ചയ്ക്ക്. ചിലന്തി ഇതുപോലെ ശത്രുവാണ്. എന്നാൽ പോലും ഉറുമ്പ് കയറിയാൽ ഒരു കാരണവശാലും
പിടിക്കാല. മറ്റേ ചലന്തി വന്ന് പുറത്തിരുന്ന 1-2 ഈച്ച പിടിക്കും എന്നുള്ള നമുക്ക് കണ്ടേച്ച്, മറ്റേ ഉറുമ്പ് കയറിയാൽ ആ കൂട് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇത് വാഷ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ അകത്തെ തേൻ മുഴുവൻ കളയണം, മധുരം പോണം. ഇത് കൂട് അടയ്ക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ മെഴുക് ഈച്ചകൾക്ക് പണി കുറയാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ. അല്ല, ഈച്ച ഇത്രയും മെഴുക് കൊണ്ട് പിടിക്കുമ്പോൾ ദിവസങ്ങൾ പിടിക്കും ശത്രുക്കളായിട്ട് ഉള്ള ഉറുമ്പുകൾ ഇതിൻ്റെ അകത്ത് കയറാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ തേനീച്ചയുടെ വർക്ക് ലോഡ് കുറയ്ക്കുക എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം. തേനീച്ച കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈച്ചയ്ക്ക് വർക്ക് ലോഡ് കുറയുക. അതിങ്ങനെ മെഴുക് വെച്ചിട്ട് അടപ്പ് വെച്ചടയ്ക്കുമ്പോൾ ഈച്ചയ്ക്ക് അത്രയും വർക്ക് കുറയും. സൈഡ് നല്ല സേഫ്റ്റി ആയിട്ട് അടഞ്ഞിരിക്കും. അതോടുകൂടി ഈച്ചയ്ക്ക് അതിൻ്റെ അകത്ത് ബാക്കി പണികളിലേക്ക്, പുതിയ കൂടായതുകൊണ്ട് ബാക്കി പണിയിലേക്ക് കിടക്കാം. അതാണ് ഇങ്ങനെ നമ്മൾ അടച്ചു കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം. റാണിമുട്ട വ്യക്തമായിട്ട് കണ്ടു. പുതിയ കൂട് സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ബ്ലൈൻഡ് ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് 2 കിലോമീറ്റർ അത് മാറ്റി വെക്കണം. ഇതിൻ്റെ അത് മുട്ടയുള്ളത് കൊണ്ട് നമുക്ക് ബ്ലൈൻഡ് ഡിവിഷൻ എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ മറ്റേത് റാണിമുട്ടയോ റാണിയോ കാണാതെയാണ് ബ്ലൈൻഡ് ഡിവിഷൻ നടത്തുന്നത് കൊണ്ട് നമ്മൾ ആ കൂട് 2 കിലോമീറ്റർ മാറ്റി വെച്ചാലേ ഈ കൂട് സേഫായിട്ടിരിക്കുള്ളൂ. ഇതിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വെക്കാം. ഇതിൻ്റെ അകത്ത് റാണിമുട്ടയുണ്ട്, റാണി സെല്ല് ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ഇപ്പം സേഫായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈച്ചനെ വെക്കുന്ന പ്രക്രിയയായിട്ട് നമ്മൾ ഇതെല്ലാം വെച്ചു. ഇനിയിപ്പോൾ ഇത് അടച്ചിട്ട് ഇത് കൂടുതൽ ഈച്ച കയറുന്നതിന് വേണ്ടി നമ്മൾ ഇത് പഴയ സ്ഥാനത്തേക്ക് തൂക്കുകയാണ്. അപ്പം കൂടുതൽ ഈച്ചകൾ ഇതിൻ്റെ അകത്തേക്ക് കയറിക്കോളും. ഈച്ചകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കൂടിന്റെ മെഴുകാണ് നമ്മൾ ഇതിന്റെ എൻട്രൻസിൽ വെച്ചു കൊടുക്കുന്നത്. ഈച്ചയ്ക്ക് സ്മെല്ല് കിട്ടി വഴി കണ്ടുപിടിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പുതിയ കൂടിന്റെ എൻട്രൻസിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈച്ചയ്ക്ക് എളുപ്പം അങ്ങ് കയറാം. അതിന് വഴി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇനി ഇച്ചിരി അകത്തിയെടുത്താൽ ഈച്ച കൂടുതൽ വന്നു കയറും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബാക്കി മുട്ട ഇതിൻ്റെ അകത്തേക്ക് വെച്ചുകൊണ്ട് ഇത് അടയ്ക്കുകയാണ്. ഇതിൻ്റെ അകത്ത് 40% ഈച്ച മുട്ടയുള്ളൂ. ഇനി കൂടുതൽ ഈച്ചയും മുട്ടയും കയറേണ്ട പുതിയ കൂട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് 60% ഈച്ചയും റാണി സെല്ലും ഉണ്ട്. അതുകൊണ്ട് 2 കിലോമീറ്റർ മാറ്റണ്ട. 2 കിലോമീറ്റർ മാറ്റണം എന്ന് പറഞ്ഞാൽ റാണി ഇല്ലാത്ത, അല്ലെ റാണി സെല്ല് ഇല്ലാത്ത കൂടാണ്. ഈ കൂട് ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് രണ്ടിടത്തായിട്ട് ഉറപ്പിക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ തേനീച്ച ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ചീപ്പ് ഉപയോഗിക്കണം. നമ്മൾ ഈച്ച തിരുമ്മി കൊന്നതിൻ്റെ സ്രവം മേത്ത് പറ്റാതിരിക്കുക. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഈച്ചകളെല്ലാം കൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പം ഈ ചീപ്പ് കൊണ്ട് ഇങ്ങനെ പയ്യെ അതിനെ ചീകി അങ്ങ് പിടിയിച്ച് വിട്ടാൽ മതി. അതിനെ സ്രവം നമ്മുടെ മേത്ത് പറ്റിയാലും നമ്മളെ ഈച്ച കണ്ടമാനം കടിച്ച് ഉപദ്രവിക്കുകയില്ല. കുറച്ച് ഈച്ച പറന്നൊക്കെ ശല്യം ചെയ്യുമെങ്കിൽ ഞാൻ വെച്ച പോലെ ഹെൽമറ്റ് വെക്കുക. ഹെൽമറ്റ് വെച്ചതിന് ശേഷം ഈച്ചനെ എടുക്കുക. പിന്നെ കുപ്പിക്കകത്താക്കേണ്ടവര് ചെറിയ ഓട്ട കുപ്പിക്കകത്ത് ഇട്ടേച്ച് കുപ്പിയുടെ ചുറ്റിലും കുറേ ഓട്ടകൾ ഇടുക. ഈച്ച വിളിച്ചാടാത്ത വിധത്തിലുള്ള ചെറിയ ഓട്ട ഇടുക. അതിനുശേഷം ഈ ഈച്ചകളെ ആദ്യം നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഈച്ചയാണ് ഏറ്റവും ആദ്യം പുറത്തിയാകുന്നത്. ആ മുഖത്തിലേക്ക് ചേർത്ത് വെച്ച് 2 പൊട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഈച്ച നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഈച്ചയെല്ലാം കുപ്പിയിലാകും. അത് അടച്ച് തണലത്ത് മാറ്റി വെക്കാം. വെയിലും ചൂടും അടിക്കരുത്, ഈച്ച ചത്തുപോകും. അതിന് ശേഷം ഡിവൈഡ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഈച്ച തുറന്നു വിട്ടാൽ മതി. കുപ്പിയിൽ നിന്ന് തുറന്നു വിടുക. അപ്പം കുപ്പി ശരിക്കും മൂടിയിടണം. കുപ്പി മൂടി ഇരുട്ടാക്കി കഴിയുമ്പം അതിൻ്റെ നമ്മൾ അടപ്പ് തുറന്നു വിടുന്ന ഭാഗത്തേക്ക് പുറത്തേക്ക് ഈച്ച വന്ന് പുറത്ത് ചാടിക്കോളും. അത് നമ്മുടെ കൂട്ടിക്ക് ഇറക്കോളും. അങ്ങനെ പരിചയമില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും മറ്റു കാര്യങ്ങളും അതുപോലെ തേനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പോളേട്ടൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. അദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ മതി. സംശയങ്ങളൊക്കെ തീർത്ത് തരികയും ചെയ്യും. തേനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്യും. അപ്പം അതൊരു മനോഹരമായിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.